പരിശുദ്ധ ഖുർആനിലെ സൂറത്തു യാസീനിൽ അല്ലാഹു തആല പരലോകത്ത് നല്ല ആളുകളും ചീത്ത ആളുകളും വെവ്വേറെയായി വേർതിരിയുന്ന രംഗം അല്ലാഹു തആല ഖുർആനിൽ പരാമർശിച്ചിട്ടുണ്ട്. വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. അല്ലാഹുവിനെ ധിക്കരിച്ച് ജീവിച്ച ആളുകൾ അവർ അവിടുന്ന് വെവ്വേറെയായി നിൽക്കുന്നു. അല്ലാഹുവിനെ അനുസരിച്ച് ജീവിച്ച ആളുകൾ അവർ വെവ്വേറെയായി നിൽക്കുന്നു. നല്ലവർ പ്രത്യേകം എടുത്തു കാണുന്നു, ചീത്തയായ ആളുകളും പ്രത്യേകം എടുത്തു കാണുന്നു എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നുണ്ട്. അങ്ങനെ നല്ല ആളുകളും ചീത്തയായ ആളുകളും അവർ വെവ്വേറെയായി കാണാറുണ്ട് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. 7 വസ്തുക്കൾക്ക് ആ 7 വിഷയങ്ങൾ 7 അവയവങ്ങൾക്കുള്ള പ്രതിഫലമാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. 7 കാര്യങ്ങൾ 7 അവയവങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ്. അതിൽ ഒന്ന് കൈ. ആ കൈയിന് പരലോകത്ത് ലഭിക്കുന്ന പ്രതിഫലം യതനാസഊന ഫീഹാ കഅസൻ, സ്വർഗീയ പാനീയം അവർക്ക് അവരുടെ കൈകൊണ്ട് കുടിക്കാൻ കഴിയും. മറ്റൊന്ന് കാലിന് ലഭിക്കുന്ന പ്രതിഫലമാണ്. സ്വർഗത്തിൽ നല്ല നല്ല ആളുകളുടെ കാലുകൾക്ക് ലഭിക്കുന്ന പ്രതിഫലം ഉദ്ഖുലൂഹാ ബിസലാമിൻ ആമിനീൻ. നല്ല നല്ല ആളുകൾ പരലോകത്ത് വരുമ്പോൾ ആ ആളുകളോട് അല്ലാഹു തആല പറയുകയാണ്, നിങ്ങൾ ദുനിയാവിൽ ഞാൻ നിങ്ങൾക്ക് തന്ന കാലുകൊണ്ട് നിങ്ങൾ ഒരുപാട് നല്ലതിലേക്ക് നടന്നു നീങ്ങിയവരാണല്ലോ. ആ കാലുകൊണ്ട് ഒരുപാട് നല്ലതിലേക്ക് നടന്നു നീങ്ങിയവരാണല്ലോ. അതുകൊണ്ട് ഉദ്ഖുലൂഹാ ബിസലാമിൻ ആമിനീൻ. ആ നിങ്ങളുടെ കാലുകളെ കൊണ്ട് നിങ്ങളതാ സ്വർഗത്തിൽ നിർഭയമുള്ളവരായി, പേടിയില്ലാതെ ഭയവിഹ്വലതകളില്ലാതെ നിങ്ങളതാ നിർഭയത്വത്തോടുകൂടെ സ്വർഗത്തിൽ കടക്കൂ ജനങ്ങളെ. അല്ലാഹുവിന് വേണ്ടി അധ്വാനിച്ച നല്ല നല്ല കാലുകൾക്ക് പരലോകത്ത് അല്ലാഹു തആല നൽകുന്ന പ്രതിഫലമാണെന്ന് ഖുർആനിൽ അല്ലാഹു തആല പറയാണ്. ഇനിയോ വയറ്. ആ വയറിന്റെ വിഷയത്തിൽ അല്ലാഹുവിനെ നന്നായി പേടിച്ച് ജീവിച്ചയാളാണ്. വയറ് എല്ലാം അതിലൂടെ ഇറക്കി കൊടുക്കാൻ പറ്റൂല. അല്ലാഹു തആല നിഷിദ്ധമാക്കിയ കള്ള്, ആ കള്ള് വയറ്റിലേക്ക് ഇറക്കിക്കൂടല്ലോ. വെള്ളം കുടിക്കാം, ചായ കുടിക്കാം, കാപ്പി കുടിക്കാം, ജ്യൂസ് കുടിക്കാം, പക്ഷേ എല്ലാം കുടിക്കാം, കള്ള് ഇറക്കിക്കൂടാ. ഇതുപോലെ എങ്ങനെയെങ്കിലും ഇവിടെ തിന്നിട്ട് ജീവിച്ചാ പോരല്ലോ. അല്ലാഹു തആല ഹലാലാക്കിയത് മാത്രമേ ഇവിടെ കഴിക്കാൻ പറ്റൂ. റബ്ബ് ഹറാമാക്കിയത് തിന്നാൻ പറ്റൂല. മറ്റൊരുത്തന്റെ വസ്തു ആക്രമിച്ചെടുത്തിട്ട് തിന്നാൻ പറ്റൂല. അക്രമപരമായി ഒന്നും തിന്നുകൂടാ, അതേ തിന്നാൻ പറ്റൂല.
അങ്ങനെ അല്ലാഹു തആല തന്ന വയറ്, ആ വയറ് നന്നായി സൂക്ഷിച്ച ആളുകൾ, ആ വയറിനുള്ള പ്രതിഫലമാണ് ഖുർആനിൽ സൂറത്തു തൂരിൽ അല്ലാഹ് പറയുകയാണ്, കുലൂ വശ്റബൂ ഹനീആ. സ്വർഗത്തിലെത്തിയാൽ അത്തരത്തിലുള്ള വയറുള്ള ആളുകളോട് അല്ലാഹു തആല പറയാണ്, നിങ്ങൾ ദുനിയാവിൽ നിങ്ങളെ വയറ് സൂക്ഷിച്ച ആളുകളാണ്. ആ വയറ്റിലേക്ക് അല്ലാഹ് നിഷിദ്ധമാക്കിയതൊന്നും നിങ്ങൾ ഇറക്കിയിട്ടില്ലല്ലോ. ജനങ്ങളുടെ സമ്പത്ത് ആക്രമിച്ച് അതേ കട്ടെടുത്ത് കൈക്കലാക്കി നിങ്ങളൊന്നും കടിച്ചിട്ടില്ലല്ലോ. എന്നാൽ നിങ്ങളുടെ ആ വയറിന് ലഭിക്കുന്ന പ്രതിഫലമാണ് കുലൂ വശ്റബൂ. ഈ സ്വർഗീയ ഭക്ഷണം നിങ്ങൾ ഇവിടെ വെച്ച് കഴിച്ചോളൂ, സ്വർഗീയ പാനീയം ഇവിടെ വെച്ച് കുടിച്ചോളൂ. ഇനി അടുത്ത അവയവമാണ് കണ്ണ്. ആ കണ്ണിന് അല്ലാഹു തആല പരലോകത്തിൽ നൽകുന്ന പ്രതിഫലം. ഏത് കണ്ണ്? അല്ലാഹു തആല എനിക്കും നിങ്ങൾക്കും കണ്ണ് തന്നു. ആ കണ്ണുകൊണ്ട് റബ്ബ് നോക്കാൻ പറഞ്ഞതിലേക്ക് മാത്രമേ നോക്കാവൂ. അല്ലാഹു തആല നോക്കണ്ടെന്ന് പറഞ്ഞതിലേക്ക് നോക്കിയാലോ ആ കണ്ണ് തന്ന യജമാനനായ റബ്ബിനോട് കാണിക്കുന്ന വലിയ ധിക്കാരമല്ലേ സുഹൃത്തുക്കളെ, വലിയ ധിക്കാരമല്ലേ ഉമ്മമാരെ. കണ്ണുകൊണ്ട് പള്ളിയിലേക്ക് നോക്കിയാൽ പ്രതിഫലം കിട്ടും. കാരണം അത് അല്ലാഹുവിന്റെ ഭവനമാണ് പള്ളി. ഇതുപോലെ തന്നെ കണ്ണുകൊണ്ട് മുസ്ഹഫിലേക്ക് നോക്കിയാൽ പ്രതിഫലം കിട്ടും. ഖുർആൻ കാണാതെ അറിയുന്നുണ്ടെങ്കിലോ ആ മുസ്ഹഫിലേക്ക് നോക്കിയിട്ട് ഓതുന്നത് പുണ്യമാണ്. അവ കണ്ണുകൊണ്ട് അതിലേക്ക് നോക്കുമ്പോൾ പ്രതിഫലം കിട്ടും. യാസീൻ സൂറത്ത് എനിക്ക് കാണാതെ അറിയുന്നുണ്ട് എന്ന് കരുതിയിട്ട് യാസീന് കാണാതെ ഓതലല്ല വേണ്ടത്, കാണാതെ പഠിക്കണം. അത് പുണ്യകാര്യമാണ്. യാസീൻ സൂറത്ത് കാണാതെ പഠിക്കണം, അത് വലിയ സംഗതിയാണ്. ഖുർആൻ എല്ലാവർക്കും കാണാതെ പഠിക്കാൻ കഴിയണമെന്നില്ല. അതെ, എനിക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. എനിക്ക് ഖുർആൻ 30 ജുസ് കാണാതെ പഠിക്കണം. പക്ഷേ എന്നെ കൊണ്ടത് കഴിഞ്ഞിട്ടില്ല. എന്റെ മകനെ കൊണ്ട് സാധിപ്പിക്കണം എന്നൊരാഗ്രഹമുണ്ട്. പക്ഷേ പടച്ച റബ്ബല്ലേ തീരുമാനിക്കുന്നത്. അല്ലാഹു തആല ഞങ്ങളെ മക്കളെ ഹാഫിളീങ്ങളാക്കി തരട്ടെ. അതേ സമയത്ത് നിങ്ങളെ മാപ്പിളടുക്കയിലെ മുദർരിസ് ഉസ്താദ്, പ്രിയങ്കരരായ ഹാഫിസ്, അതേ ഹാഫിദ് അബ്ദുസ്സലാം നിസാമി ഉസ്താദ് ചെന്നാർ, അദ്ദേഹത്തിന്റെ പേര് പറയുന്നതിന്റെ തുടക്കത്തിൽ ഹാഫിസ് എന്ന് പറയുന്നു, ഹാഫിദ് എന്ന് പറയുന്നു. എന്താണ് ഹാഫിദിന്റെ അർത്ഥം? ഹാഫിദിന്റെ അർത്ഥം യാസീൻ സൂറത്ത് കാണാതെ അറിയുന്ന ആളെന്നല്ല, അൽ കഹഫ് മാത്രം കാണാതെ അറിയുന്ന ആളെന്നല്ല. അങ്ങനെയാണെങ്കിൽ ഞാനും ഹാഫിദാണ്. കാരണം എനിക്ക് യാസീന് കാണാതെ അറിയാം, അൽ കഹഫും കാണാതെ അറിയാം. അതേ സമയത്ത് ഹാഫിദ് എന്ന് പറഞ്ഞാൽ പല അർത്ഥത്തിലും ഹാഫിദ് എന്ന് പറയും. ഇവിടെ ഉദ്ദേശിക്കുന്നത് പരിശുദ്ധ ഖുർആൻ 30 ജുസും കാണാതെ പഠിച്ച ഉസ്താദ്, അവരാണ് നിങ്ങളെ മുദരിസ് ഉസ്താദ്. അവരാണ് എത്രയോ സ്ഥാപനങ്ങളിൽ ഖുർആൻ 30 ജുസ് മറ്റുള്ള ധാരാളം ആളുകൾക്ക് കാണാതെ പഠിപ്പിച്ചു. അവരൊക്കെ ഖുർആൻ 30 ജുസ് കാണാതെ പഠിച്ചു ഇന്ന് വ്യത്യസ്തമായ മേഖലകളിൽ അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ധാരാളം ശിഷ്യന്മാര് ഉള്ള ഉസ്താദാണ് നിസാമി ഉസ്താദ്. അല്ലാഹു തആല അവർക്കും ഞങ്ങൾക്കുമെല്ലാം മരണം വരെ ഇൽമുമായി ബന്ധപ്പെട്ട് ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഖുർആൻ കാണാതെ പഠിച്ചു എന്ന് കരുതിയിട്ട് മുസാഫിലേക്ക് നോക്കിയിട്ട് ഓതരുത് എന്നില്ല. ചില ആളുകൾ ദർഗയിൽ വരുന്നു, മാപ്പിളടുക്കത്ത് വന്നിട്ട് സിയാറത്ത് ചെയ്യുന്നു. അപ്പൊ യാസീന്റെ കടലാസ് മെല്ലെ കയ്യിൽ പിടിച്ചിട്ട് അങ്ങ് ഓതുമ്പോ ഒപ്പറ ഇരിക്കുന്ന ആളിങ്ങനെ ചോദിക്ക, നിക്ക് യാസീൻ കാണാൻ വണ്ണില്ലേ? ഇവൻ കരുതിയത് മറ്റാള് മോശക്കാരനാ, എന്താ യാസീൻ പോലും കാണാതെ അറിയില്ല എന്നാ. അപ്പൊ ഇവൻ വിചാരിക്കണം നിക്ക് എന്റെ യാസീൻ കാണാൻ വണ്ണില്ലേ?
യാസീനെ കാണാണ്ട് വരാത്തത് കൊണ്ടൊന്നുമല്ല, യാസീന് ഡബിൾ വട്ടം കാണാതെ വരും. പക്ഷേ കാണാതെ വന്നാലും പരിശുദ്ധ ഖുർആൻ മുസ്ഹഫിലേക്ക് നോക്കിയിട്ട് യാസീൻ സൂറത്ത് ഓതണം. അത് വലിയ പുണ്യമാണ്. അതുകൊണ്ടാണ് കഴിവിന്റെ പരമാവധി മൊബൈലിലേക്ക് നോക്കിയിട്ട് ഖുർആൻ ഓതുന്നത് അവോയ്ഡ് ചെയ്യണം. ഞാൻ എന്റെ വേലയേക്കുന്ന ഉമ്മപെങ്ങന്മാരോടൊക്കെ പ്രത്യേകിച്ചിട്ട് പറയാം, മുസഹഫ് കിട്ടാത്ത സ്ഥലങ്ങളാണെങ്കിൽ പിന്നെ നമ്മൾ ചിലപ്പോ മൊബൈൽ അവലംബിക്കേണ്ടി വരും. കാരണം അവിടെ മുസഹഫ് ഇല്ലല്ലോ. നമ്മളിപ്പോ ഒരു യാത്ര പോവാണ്, ഒരു വെള്ളിയാഴ്ച ഉദാഹരണം സങ്കല്പിക്കുക, യാത്ര പോവാണ്, അൽ കഹ്ഫ് ഓതിയിട്ടില്ല എങ്കിലിപ്പോ മുസഹഫ് തേടി നോക്കിയാലും മുസഹഫ് കിട്ടൂല, മുസഹഫ് ഇല്ല. എന്നാ പിന്നെ തെറ്റില്ലാത്ത ഖുർആന്റെ സോഫ്റ്റ്വെയർ ഉണ്ടാകും. വെറുതെ ഒരു സോഫ്റ്റ്വെയർ മൊബൈലിൽ കയറ്റി വെച്ചാൽ പറ്റൂല. കുറെ സോഫ്റ്റ്വെയർ മുസഹഫ് ഖുർആന്റെ സോഫ്റ്റ്വെയറുകൾ തെറ്റുകളുണ്ട്. അപ്പൊ തെറ്റില്ലാത്ത സോഫ്റ്റ്വെയർ ഏതാണെന്ന് ആലിമീങ്ങളോട് ആദ്യം തന്നെ ചോദിച്ച് ഉറപ്പുവരുത്തണം. ആലിമീങ്ങൾക്ക് അതറിയാം ഏത് സോഫ്റ്റ്വെയറിലാണ് ഖുർആൻ തെറ്റില്ലാത്തതുള്ളത്. അതാണ് ഡൗൺലോഡ് ചെയ്ത് വെക്കേണ്ടത്. അപ്പൊ അങ്ങനെ ചിലപ്പോൾ ഒരു നിർബന്ധിതമായ സാഹചര്യത്തിൽ മൊബൈലിലേക്ക് ചിലപ്പോൾ അൽ കഹ്ഫ് കാണാതെ അറിയില്ല, നോക്കി ഓതാനും മുസഹഫ് ഒട്ടും ഇല്ലതാനും. അങ്ങനെ വരുമ്പോ മൊബൈലിലേക്ക് നോക്കിയിട്ട് ഓതാം. അങ്ങനെ മൊബൈലിലേക്ക് നോക്കിയിട്ട് ഓതിയാല് മുസാഫിലേക്ക് നോക്കി ഓതിയ പ്രതിഫലമൊന്നും കിട്ടൂല. അൽ കഹ്ഫ് ഓത്ത് നടക്കുന്നു എന്നല്ലാതെ ഖുർആനിലേക്ക് നോക്കിയിട്ട് ഓതി എന്ന പ്രതിഫലമൊന്നും കിട്ടൂല. കാരണം അത് മൊബൈലാണ്, ഖുർആനല്ല. മൊബൈല് വേറെ, ഖുർആൻ വേറെ. അതേ സമയത്ത് അല്ലാതെ വീട്ടിലുണ്ട്, ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ വീട്ടിലാ ഉള്ളത് വെള്ളിയാഴ്ച ദിവസം, ആ വീട്ടിൽ നിങ്ങൾ അലമാരയില് നിങ്ങൾ റാക്കിൽ മുസാഫ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തിനാ നിങ്ങൾ കയ്യിൽ മൊബൈലും പിടിച്ചിട്ട് അൽ കഹ്ഫ് ഓതുന്നത്? ആ മുസാഫ് ഒന്ന് കയ്യിലെടുത്തിട്ട് ആ മുസാഫിലേക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് ഖുർആൻ ഓതിക്കൂടെ, അൽ കഹ്ഫ് ഓതിക്കൂടെ? ചില ചെറുപ്പക്കാരുണ്ട്, വെള്ളിയാഴ്ച ജുമയ്ക്ക് പള്ളിയിൽ വരുന്നു, പള്ളിയിൽ വന്നിട്ട് എത്രയോ മുസാഫുകൾ അവിടെ ഉപയോഗമില്ലാതെ പള്ളിയുടെ റാക്കുകളിൽ കാണാം. ഇവന് കയ്യിൽ മൊബൈലും പിടിച്ചിട്ട് അവിടെ അൽ കഹ്ഫ് ഓതാണ്. അല്ല ചങ്ങാതി, നിനക്ക് മെല്ലൊന്ന് പോയിട്ട് ആ റാക്കിൽ നിന്ന് ഒരു മുസാഫ് എടുത്തിട്ട് അതിലേക്ക് നോക്കിയിട്ട് അൽ കഹ്ഫ് ഓതിയാൽ നിനക്ക് ഡബിൾ പ്രതിഫലല്ലേ? നീ അത് വെറുതെ നഷ്ടപ്പെടുത്തല്ലേ? ആകെ ഇവിടെ നിന്ന് അങ്ങോട്ട് നടന്നു പോയിട്ട് ആ മുസാഫ് എടുക്കാനുള്ള ഒരു ഉദാസനോ, അങ്ങനെപ്പോ ഞങ്ങളെ ഭാഷയിൽ പറയാം ഉദാസനോ, അങ്ങനെ ഉദാസന കാണിച്ചെങ്ക വാല. ഞാൻ പറഞ്ഞു വന്നത്, കണ്ണ് അതിനുള്ളതാണ്, മുസാഫിലേക്ക് നോക്കാനുള്ളതാണ് കണ്ണ്. ഇതുപോലെ മക്കളെ ഉമ്മയിലേക്ക് നോക്കാനുള്ളതാണ് കണ്ണ്, ഭാര്യയിലേക്ക് നോക്കാനുള്ളതാണ് കണ്ണ്, ബാപ്പയിലേക്ക് നോക്കാനുള്ളതാണ് കണ്ണ്, ഭർത്താവിലേക്ക് നോക്കാനുള്ളതാണ് കണ്ണ്, ഉപ്പാപ്പയിലേക്കും ഉമ്മാമയിലേക്കും നോക്കാനുള്ളതാണ് കണ്ണ്. ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരു വീട്ടിൽ കയറി. ആ വീട്ടിൽ കയറിയപ്പോൾ ആ വീട്ടുകാരൻ പറഞ്ഞു, ഉസ്താദേ, എന്റെ അതേ മാമ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. മാമ എന്ന് പറഞ്ഞാല് ബാപ്പാന്റെ ഉമ്മയാണ്. 100 വയസ്സായി. സുബ്ഹാനല്ലാഹ്, മാഷാ അല്ലാഹ്, ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. 100 വയസ്സായ ആളെ ഇന്നല്ലാഹ യസ്തഹീ അതേ അൻ യുഹാസിബഹു. 100 വയസ്സായ ആളെ ആഖിറത്തിൽ അല്ലാഹു തആല ചോദ്യം ചെയ്യാൻ തന്നെ അല്ലാഹു തആല മടി കാണിക്കുന്നു എന്നാണ് തഫ്സീർ റൂഹുൽ ബയാനിൽ ഞാൻ ഈ പറയുന്ന കാര്യമുണ്ട്. 100 വയസ്സായ ആളുകൾ വീട്ടുകാർക്ക് വേണ്ടി ദുആ ചെയ്താൽ ആ ദുആ അല്ലാഹു തആല വേഗം സ്വീകരിക്കുമെന്നുമുണ്ട്. ഇരിക്കട്ടെ, എനിക്ക് ആ മാമാനെ ഒന്ന് കാണണമെന്ന് വല്ലാത്ത ആഗ്രഹം തോന്നി. സുബ്ഹാനല്ലാഹ്, 100 വയസ്സാണ്. ഞാൻ ചോദിച്ചു, അതാ തനിച്ചിട്ട് ആ മാമ ഒറ്റക്ക് തന്നെ കിടന്നവിടുന്ന് എണീറ്റിരിക്കുമോ? അതേ, എണീറ്റിരിക്കും. അവിടുന്ന് ഒറ്റക്ക് തന്നെ എണീറ്റ് നിൽക്കുമോ? അതേ, എണീറ്റ് നിൽക്കും. ഒറ്റക്ക് തന്നെ അങ്ങോട്ട് പോകുമോ? ഒറ്റക്ക് തന്നെ നടന്നു പോകും. സുബ്ഹാനല്ലാഹ്. ഇവിടെ ടോയ്ലറ്റിനൊക്കെ എന്താ പറയാ? എന്തോ ഇവിടുത്തെ ഒരു ലോക്കൽ ഭാഷയിൽ എന്തോന്ന് പറയണില്ലേ? ഒന്ന് പറയും മനുഷ്യന്മാരെ, ഒന്ന് പറഞ്ഞ് സഹകരിക്കും. കക്കൂസ് ഒന്നുമല്ല, അതൊക്കെ എനിക്കറിയാം. അത് നിങ്ങൾ കുറച്ച് ഉഷാറായി.
അല്ല ഇപ്പൊ വേറെന്തോന്ന് പറയും. ഞങ്ങളും പറയും അതല്ല വേറെന്തോ, എനിക്ക് വേറെന്താ കിട്ടണ്ടേ? ഞങ്ങളെ നാട്ടില് അന്തിർത്ത് എന്ന് പറയും. അന്തിർത്ത് അങ്ങനെ പറയണ്ട പറയണ്ട പറയണ്ട. അത് ഇപ്പോഴും ഞങ്ങളുടെ നാട്ടിൽ പറയില്ല. ഇപ്പൊ പറയല് വാഷ്റൂം എന്നാണ്, കുറച്ച് മുഞ്ചു കൂട്ടിയിട്ട്. കാരണം ഗൾഫുകാരല്ലേ ഉള്ളേ, ഓടവിടെ പോയി വന്നിട്ട് മറാറായിറാന്നെല്ലാം പറഞ്ഞെങ്കിലേ എന്താ അവസ്ഥ. അതേ സമയത്ത് ഞങ്ങളുടെ നാട്ടിലൊക്കെ എന്റെ കളസയിൽ ഇപ്പോഴും തറവാട് വീടുണ്ട്. ഞങ്ങളൊക്കെ വളർന്നത് ആ വീട്ടിലാണ്. ആ വീട്ടിൽ ഇപ്പോഴും ഞങ്ങളെ ഉമ്മാമുണ്ട്. ഏകദേശം 90 വയസ്സുള്ള ഉമ്മാമുണ്ട്. അല്ലാഹുവേ, നീ ആ ഉമ്മാമാക്കും ഞങ്ങൾ എല്ലാവരും ഉമ്മാമ്മമാർക്കും ഉപ്പാപ്പമാർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. കളസയിലെ ഇപ്പോഴും ടോയ്ലറ്റ് ഉണ്ട്. അതിന് ഞങ്ങൾ പറയല അന്തർക്ക് പോയിട്ട് വേണ്ടേ. അത് അന്തർ എന്ന് ഞാൻ മനസ്സിലാക്കണേ അന്തർ എന്ന് പറഞ്ഞാൽ ഉള്ളുന്നല്ലേ. അന്തർ ബാഹർ പുറത്താണ്, അന്തർ ഉള്ളാണ്. അന്തർലീനമായ അന്തർ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്നത് എന്നാണ്. കക്കൂസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, അതിങ്ങനെ ഉള്ളിൽ മറഞ്ഞു കിടക്കണതാ. അതുകൊണ്ടാണ് അന്തർത്ത് എന്നൊക്കെ പറയാം. ഇവിടെ എന്തോന്ന് പറയുന്നുണ്ട് കേട്ടോ, അതിപ്പോഴും എനിക്ക് കിട്ടിയിട്ടില്ല. എന്നാലും അത് പെണ്ണുങ്ങന്മാർക്ക് അറിയായിരിക്കും. അപ്പാ ഒറ്റക്ക് ഈ ഉമ്മ അവിടെ പോയി വരുന്നു എന്ന് പറഞ്ഞു. പ്രായമുള്ള മാമയാണ്, 100 വയസ്സുണ്ട് ആ മാമക്ക്. അല്ലാഹുവേ, നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. സുഹൃത്തുക്കളെ, ഇപ്പോഴും സുന്നത്ത് നിസ്കരിക്കുന്നു, ഇപ്പോഴും ഫർദ് നിസ്കരിക്കുന്നു, ഇപ്പോഴും തസ്ബീഹ് ചൊല്ലുന്നു, ഇപ്പോഴും എപ്പോഴും സ്വലാത്ത് ധാരാളം ചൊല്ലുന്നു. ആ ഇബാദത്തിന്റെ പവർ കൊണ്ട് അതേ മുട്ടിന് ബലം കുറഞ്ഞിട്ടില്ല, കൈയിന് ബലം കുറഞ്ഞിട്ടില്ല, കാലിന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടിട്ടില്ല, കാഴ്ച കുറഞ്ഞിട്ടില്ല. അത് പഴയകാലത്തെ ആളുകളുടെ ഇബാദത്തിന്റെ പവറാണ്. ഓ സുഹൃത്തുക്കളെ, അല്ലാഹ് കണ്ണ് തന്നത് നല്ലത് കാണാനാണ്. ഇതുപോലെയല്ലേ മുത്തഅല്ലിമുകൾ ആ മുത്തഅല്ലിമുകളിലേക്ക് നോക്കുന്നത് വലിയ കൂലി കിട്ടുന്ന സംഗതിയാണ്. എന്തിനേറെ പറയണോ, മുത്തഅല്ലിമുകൾ എന്ന് പറഞ്ഞാൽ ചില്ലറക്കാരല്ല. അൽഹംദുലില്ലാഹ്, ഈ മാപ്പിളർക്കത്ത് ഒരുപാട് വെളിച്ചമുണ്ട്. ഒരു വെളിച്ചം ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന വലിയ മഹാൻ, അത് വലിയ വെളിച്ചമാണ്. ആ വെളിച്ചമുള്ളത് കൊണ്ടല്ലേ പുറം നാട്ടുകാരാ മഹാനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവിടെ വരുന്നത്. മറ്റൊരു വെളിച്ചം ഏതാണ്? ഇവിടെ നിങ്ങളൊന്ന് നോക്കൂ, ഈ മുത്തഅല്ലിമുകൾ ഇരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, 40-ലേറെ മുത്തഅല്ലിമുകൾ ഏകദേശം ഇവിടെയുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് നിസാമി ഉസ്താദിന്റെ നേതൃത്വത്തിൽ. അല്ലാഹുവേ, ഈ മുത്തഅല്ലിമുകൾക്കും ഞങ്ങളെ മുത്തഅല്ലിമുകൾക്കും ഞങ്ങളെ സ്വന്തം മക്കൾക്കും നീ ഈ റജബ് മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന മഹാനര ബറക്കത്ത് കൊണ്ട് നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. റബ്ബേ, നാഫിയായ ഇൽമ് അവർക്കും ഞങ്ങൾക്കും ഞങ്ങളെ മക്കൾക്കും ഞങ്ങളെ ശിഷ്യന്മാർക്കും ഞങ്ങളെ എല്ലാവരുടെ മക്കൾക്ക് നീ നൽകണേ അല്ലാഹ്. ആ മുത്തഅല്ലിമുകൾ ചില്ലറക്കാരല്ല. ഞാൻ ഇന്നലെയല്ല മിഞ്ഞാന്ന് മലപ്പുറം ജില്ലയിൽ ഒരു സ്ഥലത്ത് വാദിന് ചെന്നു. സ്ഥലത്തിന്റെ പേര് കരിങ്കപ്പാറ എന്നാണ്. മുത്തഅല്ലിമുകൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാണ്, ആ കരിങ്കപ്പാറയിൽ വലിയ മഹാനുഭാവന്റെ ഖബറുണ്ട്. ആ മഹാൻ ആരാണ്? ഫത്ഹുൽ മുഈൻ ഓതുന്ന മുത്തഅല്ലിമുകൾ ഉണ്ടെങ്കിൽ അവർക്കറിയാം. ഫത്ഹുൽ മുഈൻ നന്നാക്കി കൊടുത്ത ഒരു മഹാനുണ്ട്, വലിയ ആലിമാണ്. ആ മഹാന്റെ പേരാണ്
പേരാണ് കരിങ്കപ്പാറ ഉസ്താദ് നവ്വറല്ലാഹു മർക്കദ. ആ മഹാനരുടെ ഉറൂസിന്റെ വാലിനാണ് ഞാൻ പോയത്. അവിടെ എനിക്ക് ഭക്ഷണം ഒരുക്കിയത് കരിങ്കപ്പാറ ഉസ്താദിന്റെ മകന്റെ വീട്ടിലാണ്, അഥവാ പേരക്കുട്ടിയുടെ വീട്ടിലാണ്. ആ പേരക്കുട്ടി ഒരു വലിയ മുദരിസാണ്. എന്നെ അതാ റൂമിൽ കൊണ്ടുപോയി ഇരുത്തിയിട്ട് എന്നോട് ചോദിച്ചു, ഉസ്താദേ, ഉപ്പാപ്പാന്റെ ഫത്ഹുൽ മുഈനെ കാണാൻ ആഗ്രഹമുണ്ടോ? ഇന്ന് ഞങ്ങളെ ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമുകൾക്ക് ഫത്ഹുൽ മുഈൻ ഓതി കൊടുക്കുമ്പോ ഞാനതാ മഹാനവരുകൾ നന്നാക്കിയ ഫത്ഹുൽ മുഈനാണ് നോക്കുന്നത്. അപ്പൊ എനിക്കൊരാഗ്രഹമില്ലാതിരിക്കുമോ? കാരണം ഇന്ന് കാണുന്ന ഫത്ഹുൽ മുഈൻ നന്നാക്കിയത് അതെല്ലാം കോപ്പി എടുത്തതാണ്, പ്രിന്റ് എടുത്തതാണ്. കരിങ്കപ്പാറ ഉസ്താദ് നവ്വറല്ലാഹു മർഖദ മഹാനവരുകൾ അതേ ഇന്നത്തെ പേന പോലെയല്ലല്ലോ. മുതഅല്ലിമുകളെ നന്നായി പഠിക്കണം, നന്നായി ഇൽമു പഠിക്കണം, ഖുർആൻ കാണാതെ പഠിക്കണം, ഇൽമു നന്നായി പഠിക്കണം. ഇൽമുള്ള ആലിമീങ്ങൾക്കേ നിലയും വിലയും ഉള്ളൂ. ഇൽമുള്ള ആലിമീങ്ങൾക്കേ നിലയും വിലയും ഉള്ളൂ. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി അധ്വാനിക്കണം, അധ്വാനിച്ച് പഠിക്കണം. പഠിച്ചിട്ട് നിങ്ങൾ വലിയ സ്ഥാനത്തേക്ക് എത്തണം, വലിയ ആലിമീങ്ങളാകണം. പിൽക്കാലത്ത് മാപ്പിളടക്കയിൽ ഉറൂസ് നടക്കുമ്പോ മാപ്പിളടക്കക്കാര് നിങ്ങളെ വാലിന് വിളിക്കണം. അന്ന് നിങ്ങൾ ഇവിടെ വന്ന് വേന്ന് പറയുമ്പോ നിങ്ങൾ ഈ നാട്ടുകാരോട് പറയാണ്, ഞാൻ ഒരു കാലത്ത് ഇവിടെ ദർസിൽ ഓതി പഠിച്ചിരുന്നൊരു മുതഅല്ലിമായിരുന്നു. ഇന്ന് ഈ മാപ്പിളടക്കക്കാർക്കും ഇരുവമ്പള്ളക്കാരോടും നിങ്ങൾ ഇങ്ങനെ പറയുമ്പോ അവർക്ക് വലിയ സന്തോഷമല്ലേ? അപ്പൊ ഞങ്ങളെ കളസത്തെ മാജി ഖത്തീബ് ഉസ്താദാണ്. അങ്ങനെയാണ് വാലിന്റെ ഇടയ്ക്ക് മുപ്പര കൈ തരാൻ കാരണം അതാണ്. നമ്മൾ അങ്ങനെ ഉണ്ടല്ലേ, അബ്ദുറഹ്മാൻ സഖാഫി ഉസ്താദ് ഞങ്ങളെ കളസയിൽ കുറെ കാലം ഖത്തീബായി ഉണ്ടായിരുന്നു. അല്ലാഹു തആല അവർക്കും ഞങ്ങൾക്കൊക്കെ അല്ലാഹു വലിയ സന്തോഷം നൽകട്ടെ. അപ്പൊ ഈ പേരക്കുട്ടി മുത്തഅല്ലിമുകൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. ഈ പേരക്കുട്ടി എന്നോട് ചോദിച്ചു, കരിങ്കപ്പാറ ഉസ്താദിന്റെ ആ അസ്ൽ ഫത്ഹുൽ മുഈൻ ഒന്ന് കാണണമെന്ന് ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചു. ആഗ്രഹം ഇല്ലാതിരിക്കോ? ഓരോരുത്തർക്കും ഓരോ ആഗ്രഹം, ഞങ്ങൾക്ക് അതാണ് ആഗ്രഹം. അപ്പോ ഞാൻ പറഞ്ഞ ആഗ്രഹമുണ്ട്. അപ്പോ പിന്നെ ഒരു വലിയ പഴയ ഒരു അലമാറ അതിങ്ങനെ തുറന്നു, പഴയ പണ്ടത്തെ മരത്തിന്റെ ഒരു അലമാറ അതിങ്ങനെ തുറന്നു നോക്കുമ്പോ അതിലൊക്കെ കരിങ്കപ്പാറ ഉസ്താദിന്റെ കിതാബുകളാണ്. മുതഅല്ലിമുകളെ, കിതാബുകളെ ബഹുമാനിച്ചാലേ ഇൽമു കിട്ടൂ. ഞാൻ എന്റെ വേദ കേൾക്കുന്ന ഉമ്മ പെങ്ങന്മാരോട് പറയട്ടെ, പല ഉമ്മമാരും പറയണം, ഉസ്താദേ നന്റെ മോൾക്ക് തലക്ക് 10 ഇല്ലേ? തലക്ക് 10 എന്താ പേനല്ലേ തലക്ക് 10? ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്നോട് ഒരാൾ പറഞ്ഞു, ഉസ്താദേ നമുക്ക് ആ വീട്ടിന്റെ മീത്തേക്ക് ഒന്ന് പോയിട്ട് വരണമെന്ന്. വീട്ടിന്റെ മീത്തേക്ക്. അപ്പൊ ഞാൻ പറഞ്ഞ വണ്ടി നേരെ അങ്ങോട്ട് പോകുന്നില്ലേ എന്ന് വെച്ചു. മീത്തേക്ക് പോയി വരണം. ഞാൻ കരുതി എന്താന്ന് പറഞ്ഞാല് വണ്ടി താഴെ വെച്ചിട്ട് സ്റ്റെപ്പ് കയറിയിട്ട് മോൾക്ക് പോണ്ടി വരുമെന്നാണ്. അപ്പൊ പറഞ്ഞ അല്ലല്ല. അപ്പൊ കൂടെയുള്ള ആൾ പറഞ്ഞു, മീത്തേക്ക് പോകണമെന്ന് പറഞ്ഞാൽ പോരന്റെ ഉള്ളിക്ക് പോണോന്ന്. പോരന്റെ ഉള്ളിക്കൊന്ന് കയറിയിട്ട് ഇറങ്ങാൻ. ഓരോ സ്ഥലത്തും ഓരോ പ്രയോഗങ്ങളാണ്. ഇരിക്കട്ടെ, ഞാൻ ഈ അലമാറ ഇങ്ങനെ തുറന്നു. ഉമ്മമാരോട് ഞാൻ പറയാണ്, കുട്ടികൾക്ക് തലക്ക് കയറൂല, പഠിച്ചത് ഓർമ്മ നിൽക്കൂല എന്നിങ്ങനെ മാത്രം പറഞ്ഞാൽ പോരാ. എന്തുകൊണ്ട് തലക്ക് കയറുന്നില്ല എന്ന് നോക്കണം. എന്തുകൊണ്ട് പഠിച്ചത് ഓർമ്മയിൽ നിൽക്കുന്നില്ല എന്ന് നോക്കണം. അതിന് ഞാൻ നിങ്ങൾക്ക് ഒരു വിഷയം പറഞ്ഞുതരാം. നിങ്ങൾ ഈ വാല് കഴിഞ്ഞിട്ട് നിങ്ങളെ കുട്ടികളെ, മദ്രസയിൽ പഠിക്കുന്ന നിങ്ങളെ കുട്ടികളെ ബാഗ് ഉണ്ടാവുമല്ലോ, അതൊന്ന് തുറന്നു നോക്കണം. മദ്രസയിൽ പഠിക്കാൻ പോകുന്ന നിങ്ങളുടെ മക്കൾ പഠിക്കുന്ന കിതാബുകൾ എത്ര മട്ടത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് നോക്കണം. ഓ, സ്കൂളിന്റെ ബുക്കെല്ലാം ബൈൻഡാക്കി ആക്കൽ നോക്കിയെങ്കിൽ മങ്ങലാവാൻ തോന്നും, പുതിയ പെണ്ണ് പോലെ. സ്കൂളിന്റെ പുസ്തകം ഏത് ചന്തത്തെ ബൈൻഡ്, എന്നിട്ട് അതിന്റെ മുകളിൽ ഒരു സ്റ്റിക്കറിൽ ഒരു പേര്, ക്ലാസിന്റെ പേര്, എന്താ മട്ടത്തില്. എന്നാ മദ്രസയിലേക്ക് വരുമ്പോ ഈ കുട്ടികൾ പഠിക്കുന്ന മദ്രസന്റെ കിതാബോ, അതിൽ മുസഹഫുണ്ട്, മറ്റു കിതാബുകളുണ്ട്. അത് നോക്കുമ്പോണ്ട്
ഇതേത് കിതാബ് ഉമ്മ തുറന്നിട്ട് നോക്കാണ്. ഇതേത് കിതാബ്? എന്താ കാരണം? ഇതിന്റെ ഫസ്റ്റിന്റെ ആ ബൈൻഡില്ലേ, അതില്ല. അതിലല്ലേ ഇപ്പൊ ഉള്ള കിതാബ്. ഏത് അത് കീറിട്ട് എവിടെ പോയി? ഞാനിത് വെറുതെ പറയല്ലേ ഉമ്മ, ഇന്ന് നിങ്ങൾ പോയി നോക്ക്. ഞാൻ സ്ത്രീകൾ ഇവിടെ ഇരിക്കണം. സലാമത്തായി. അടുത്താവുമ്പോ കുറച്ച് ചിലത് പറയുമ്പോ കുറച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കിയിട്ട് പറയണ്ടു ഏത് ഭാഗത്തുനിന്ന് കല്ല് വരുന്നത് പറയാൻ പറ്റില്ല. അപ്പൊ ദൂരെ നിന്നാണെങ്കിൽ കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ അല്ലേ? അവിടെ നിന്ന് ഇങ്ങോട്ട് കല്ല് വരാൻ മാത്രം താക്കത്ത് ഈ പരിസരത്തുള്ള ഉമ്മമാർക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല. അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. നല്ല ഉമ്മമാരാണ് ഈ നാട്ടുകാർ, ഈ പരിസരത്തുള്ള ഉമ്മപെങ്ങന്മാരൊക്കെ നല്ലവരാ. അല്ലാഹുവേ നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ഞാനിവിടെ വന്നപ്പോ ഞങ്ങളെ ഈ ഭാഗത്തുള്ള ഞങ്ങളെ മുഹമ്മദ് ഖാന്റെ വീട്ടിൽ കയറി. മർഹൂം, അദ്ദേഹം മരിച്ചുപോയി 15 വർഷങ്ങളായി. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. അന്ന് മാപ്പിളടക്ക ഉറൂസ് നടക്കുമ്പോൾ ഇവിടെ വരുന്ന എല്ലാ മഹാന്മാരും അവിടെ കയറിയിട്ട് ഭക്ഷണം കഴിക്കാത്തവരാരുമില്ല. ആ വീട്ടുകാരായ മക്കൾ എന്നോട് പറഞ്ഞു, ബഹുമാനപ്പെട്ട താജുല്ലുലമ തങ്ങളുപ്പാപ്പ മുതൽ സുൽത്താനുല്ലുലമ AP ഉസ്താദ് മുതൽ എല്ലാ മഹാന്മാരും ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, എനിക്കിത് കേട്ടപ്പോ വലിയ സന്തോഷം തോന്നി. ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് നിങ്ങളെ കാണുമ്പോ വലിയ സന്തോഷം തോന്നുന്നു. കാരണം നിങ്ങളെ ബാപ്പ ചെയ്തിരുന്ന കാര്യം, നിങ്ങളെ ബാപ്പാന്റെ മരണത്തിന് ശേഷം മക്കൾക്ക് വേണമെങ്കിൽ പറയാലോ, അത് പണ്ട് ബാപ്പാക്കിയുണ്ടായ, ഇപ്പൊ ഞങ്ങൾക്ക് അതൊന്നും വേണ്ട എന്ന് മക്കൾക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ നിങ്ങളത് പറയാതെ നിങ്ങൾ ബാപ്പ ചെയ്തിരുന്ന കാര്യം ബാപ്പാന്റെ കാലത്തിന് ശേഷം നിങ്ങളത് നിലനിർത്തി കൊണ്ടുവന്നല്ലോ എന്ന് പറഞ്ഞു. അല്ലാഹുവേ, ആ മക്കൾക്കും അവരുടെ ഭാര്യമാർക്കും പ്രത്യേകിച്ച് അവരുടെ ജീവിച്ചിരിപ്പുള്ള ഉമ്മാക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. ആ ബാപ്പക്ക് നീ സ്വർഗം കൊടുക്കണം റഹ്മാനെ. അപ്പൊ ഈ പുസ്തകം മദ്രസയിലെ കിതാബ് എടുത്തു നോക്കുമ്പോ അങ്ങനെയാണ്. എത്ര കടലാസുകളാണ് മടങ്ങിയിട്ടുള്ളത് പടച്ചറബേ, മടങ്ങിയിട്ടുണ്ട്. അത് സ്കൂള് പുസ്തകം മടങ്ങിയാൽ ഭയങ്കര വിഷയം. ഇതെന്താ ഇങ്ങനെ മടങ്ങിനെ? കിതാബ്, മദ്രസന്റെ കിതാബ് എത്ര മടങ്ങിയിട്ട് പീസ് പേപ്പർ അപ്പുറം മുറിഞ്ഞു പോയാലും നടുത്ത ഹാല എന്നൊക്കെ പണ്ട് അങ്ങനെ പറഞ്ഞുണ്ടായി പേജ് അല്ലേ, അതൊക്കെ ഇങ്ങനെ മുറിഞ്ഞു പോയാലും ഒരു പ്രശ്നമില്ല. ഉമ്മ വെറുതെക്കല്ല തലക്ക് കയറാത്തത്, വെറുതെക്കല്ല ഓർമ്മക്ക് നിൽക്കാത്തത്. ഓർമ്മയിൽ നിൽക്കണമെങ്കിൽ, തലക്ക് കയറണമെങ്കിൽ പഠിക്കുന്ന കിതാബിനെ ബഹുമാനിക്കണം. മുതഅല്ലിമുകളെ, ഈ കിതാബിനെ ബഹുമാനിക്കണം. വമിൻ തൗഖീറിൽ ഇൽമി, ഇൽമിനെ ബഹുമാനിക്കുന്നതിൽ പെട്ടതാണ് തഅലീമുൽ മുതഅല്ലിമിലുണ്ടല്ലോ, ആദാബുൽ മുതഅല്ലിമിലുണ്ടല്ലോ. അതേ തഅലീമുൽ കുതുബി വതൗഖീറുഹാ, കിതാബുകളെ ബഹുമാനിക്കൽ ഇൽമിനെ ബഹുമാനിക്കുന്നതിൽ പെട്ടതാണ്. കിതാബിനെ ബഹുമാനിച്ചാലേ ഇൽമു കിട്ടുകയുള്ളൂ. കരിങ്കപ്പാറ ഉസ്താദിന്റെ പഴയ അലമാറയങ്ങ് തുറന്ന് ഓരോ കിതാബ് ഇങ്ങനെ കാണിച്ചു തരുമ്പോ ആ കിതാബിനെ ഒരു തുണി കൊണ്ട് പൊതിഞ്ഞിരിക്കുകയാണ്. മുതഅല്ലിമുകൾ മനസ്സിലാക്കണം, ഒരു തുണി കൊണ്ട് പൊതിഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് ആ തുണി കൊണ്ട് പൊതിഞ്ഞതിനെ ഒരു കയറ് കൊണ്ട് ഇങ്ങനെ ചുരുട്ടി വെച്ചിരിക്കുകയാണ്. എന്തേ കാരണം? കിതാബ് കേടായി പോകാൻ പാടില്ല. കിതാബ് കേടായാൽ ഇൽമു കിട്ടൂല. കരിങ്കപ്പാറ ഉസ്താദിന്റെ കൈകൊണ്ട് നേരിട്ട് നന്നാക്കിയ ഫത്ഹുൽ മുഈൻ അവിടെ ഉറൂസിന്റെ വാദിന് ചെന്നപ്പോൾ കാണാൻ സാധിച്ചു. അല്ലാഹു ആ മഹാന്മാരെ ബറക്കത്ത് കൊണ്ട് സാധുക്കളായ ഞങ്ങൾക്ക് നാഫിയായ ഇൽമു നൽകണം റഹ്മാനേ. ഇരിക്കട്ടെ, റബ്ബ് കണ്ണ് തന്നത് മുതഅല്ലിമുകളിലേക്ക് നോക്കാനാണ്. അതുകൊണ്ടല്ലേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഉതഖാഉല്ലാഹി മിനന്നാർ, അല്ലാഹു തആല നരകത്തിൽ നിന്ന് മോചിപ്പിച്ച അടിമകളെ കാണാൻ ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ടോ? ആഗ്രഹമുള്ളവരൊന്ന് കൈപൊക്കെ നോക്കട്ടെ. എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ആഗ്രഹമല്ലേ? എന്നാൽ ഹബീബായ തങ്ങൾ പറഞ്ഞു, ഫൽയൻദുർ ഇലൽ മുതഅല്ലിമീൻ, ആ ആളുകൾ മുതഅല്ലിമുകളിലേക്ക് നോക്കട്ടെ.
മുതഅല്ലിമുകൾക്കൊരു പ്രത്യേകമായ പേരുണ്ട്. യഥാർത്ഥത്തിൽ ഉഖ്റവിയായ മുതഅല്ലിമുകളാണോ, റബ്ബിന്റെ പ്രീതിക്ക് വേണ്ടി പഠിക്കുന്ന മുതഅല്ലിമുകളാണോ, എന്നാൽ അവർ ഉതഖാഉല്ലാഹി മിനന്നാർ, നരകത്തിൽ നിന്ന് അല്ലാഹ് മോചിപ്പിച്ചവരാണ് കേട്ടോ. അങ്ങനെ കണ്ണുകൊണ്ട് റബ്ബ് കാണാൻ സമ്മതിച്ചത് കാണുക, ഈ കണ്ണുകൊണ്ട് റബ്ബ് കാണാൻ പാടില്ല എന്ന് പറഞ്ഞതിനെ തൊട്ട് കണ്ണിനെ സൂക്ഷിക്കുക. ഇന്ന്